നമ്മൾ ഈ മണിക്കൂറിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരു സഹോദരിയെ ആലപ്പുഴക്കാരനായ ഒരാൾ കൊന്നു എന്ന് മാത്രമല്ല, പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. വളരെ മൃഗീയമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ പോലീസ് പുറത്തു കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പോൾ വാർത്തയിൽ അവതാരകൻ പറയുന്നതും ദൃശ്യം മോഡൽ കൊലപാതകം എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ചിരി വരികയാണ്. സിനിമ എന്ന് പറയുന്ന ഒരു മേഖല, ഞാൻ സിനിമയെ നിശിതമായി വിമർശിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു മേഖല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ജനങ്ങൾക്ക് എന്താണ് കൊടുക്കുന്ന മെസ്സേജ് എന്നാണ്. നമ്മൾ ഒരു കണ്ടീഷനും ഇല്ലാതെ ഇവിടുത്തെ സിനിമാ താരങ്ങളെയും അതിൻ്റെ ഡയറക്ടർമാരെയും അതിൻ്റെ നിർമ്മാതാക്കളെയും ഒക്കെ നമ്മൾ വലിയ ആളുകളായി സാംസ്കാരിക പ്രവർത്തകരായി ഇവിടെ നമ്മൾ വാഴ്ത്തി പാടുമ്പോൾ പോലും എത്രയോ കൊലപാതകങ്ങളാണ്. ദൃശ്യം മോഡൽ കൊലപാതകം, അതുപോലെ ബാങ്ക് കവർച്ച, ജനങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുക, എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇയാൾ കൊന്നു കഴിഞ്ഞ് ഈ മൊബൈൽ ഫോൺ എടുത്ത് ഒരു വണ്ടിയിൽ, ഒരു KSRTC ബസ് എങ്ങോട്ടോ പോകുന്ന ഒരു ബസ്സിനകത്ത് അങ്ങ് ഇടുകയാണ്. ഭാഗ്യത്തിനൊരു യാത്രക്കാരൻ അങ്ങനെ ഇടുന്ന കണ്ടതും ആ കേസിന് തുമ്പുണ്ടായതൊക്കെ ഇതൊക്കെ സിനിമയിൽ കണ്ടതാണ്. സിനിമയിൽ ഇങ്ങനെയാണോ ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഐഡിയകൾ നമ്മുടെ നാട്ടിൽ ക്രിമിനലുകൾക്ക് വളരാനുള്ള ഐഡിയകൾ സിനിമക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സിനിമയിൽ ഇത് കാണുന്നത്? അതുപോലെ ആളുകളെ കൊല്ലുന്നു, കുഴിച്ചു മൂടുന്നു, കോൺക്രീറ്റിനടിയിലിടുന്നു. വളരെ മൃഗീയമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ സിനിമകൾ കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ നാളെ മുതൽ അങ്ങ് സിനിമ നിരോധിക്കുമെന്നാണോ? അല്ല. എങ്കിലും നമുക്കൊരു ബോധം ഉണ്ടാവാം. ഇവർ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ, ചെറുപ്പക്കാരല്ല, മധ്യവയസ്കരല്ല, എല്ലാവരുടെയും ഉള്ളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളറിയാതെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിമിനലുകളെ ഇൻസ്റ്റാൾ ചെയ്യാം. എന്ത് പോക്കിത്തരവും കാണിക്കാൻ അവർക്ക് സിനിമകൾ കണ്ടാൽ മതി എന്ന നിലയ്ക്കാണ്. എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകാം. ഒളിച്ചോടണോ? സിനിമ കണ്ടാൽ മതി. ലൈനടിച്ച് കല്യാണം കഴിക്കണോ? സിനിമ കണ്ടാൽ മതി. കൊല്ലണോ? സിനിമ കണ്ടാൽ മതി. ബാങ്ക് കവർച്ചണോ? സിനിമ കണ്ടാൽ മതി. എങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കണോ? സിനിമ കണ്ടാൽ മതി. എന്തൊക്കെ ഇവിടെ മോശപ്പെട്ട അധാർമികമായ കാര്യങ്ങൾ കാണണോ? സിനിമ കണ്ടാൽ മതി എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇത് സിനിമകളെ കുറ്റം പറയുക എന്ന് പറയുമ്പോൾ പൊങ്കാല ഇടുമെന്നറിയാം. എന്നാലും പറയുകയാണ്, ഇതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. എന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കൊലപാതകങ്ങൾ കാണുമ്പം വീണ്ടും വീണ്ടും ഈ വാർത്ത അവതാരകെങ്കിലും പറയുന്നതെന്ന് നിർത്തിക്കൂടെ? ദൃശ്യം മോഡലെന്ന് അപ്പോഴും സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മധ്യവയസ്കരോട്, എല്ലാവരോടും പറയാനുള്ളത്, ഈ സിനിമകൾ നമ്മുടെ നാട്ടിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന അധാർമികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനെയും നാടിൻ്റെ സംസ്കാരത്തെയും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണം. പടച്ചവൻ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ജനങ്ങളെയൊക്കെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത്രയും